ഹലോ വെൽക്കം മൈ നീതൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ നമ്മളിങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് കുറച്ച് വൈകി എഴുന്നേറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ ദോശയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറിനൊന്നും കട്ട് ചെയ്ത് വെച്ചില്ല, പിന്നെ സാമ്പാറിൻ്റെ പുറകെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ദോശയും സാമ്പാറും ആക്കണ്ട, ദോശയും ചമ്മന്തി ആക്കാം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നൊരു ദോശയും തട്ടിക്കൂട്ട് ചമ്മന്തി കറിയൊക്കെ ഉണ്ടാക്കിയിട്ടോ. തട്ടിക്കൂട്ടെന്ന പേര് മാത്രമേ ഉള്ളൂ, ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റൊക്കെ കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ച് നോക്കിക്കോളൂ കേട്ടോ, ഇങ്ങോട്ട് വന്നാൽ കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്കത് അവിടെ ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ തമാശ കേട്ടോ, നല്ല മീനിലൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ നല്ല വടി വടി പോലെ ഇരിക്കുന്ന മീനുകളൊന്ന് നോക്കിക്കേ. ഇത് നല്ല മത്തിയും നല്ല നെത്തുകൂടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മീൻ കണ്ടിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ മീൻ കണ്ടിക്കാനൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ, പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്ത് കഴിയും. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടൻ്റെ കുറച്ച് പട്ടികളുടെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല, ഒരു കാക്കക്കുഞ്ഞ് ഇവിടെ എവിടുന്നോ വന്നതാണ് കേട്ടോ. ഒരു 3-4 ദിവസമായിട്ട് നമ്മുടെ ഇവിടെ തന്നെയാണ് സ്ഥിരം. അപ്പം മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ പുറത്തോട്ടൊന്ന് ഇറങ്ങി. എൻ്റെ പശുക്കുട്ടിയെ കണ്ട എൻ്റെ കറമ്പിക്കുട്ടി എടുത്ത് ഒരു ദിവസവും കൂടി ചെന്നില്ലെങ്കിൽ അവൾക്കും വിഷമാണ്, എനിക്കും വിഷമാണ് കേട്ടോ. എനിക്ക് ഇവിടെ എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ മാവേലെല്ലാം നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഈ മാങ്ങ ഒരു വകിക്ക് കറിക്കകത്തിടാൻ പോലും കൊള്ളത്തില്ല കേട്ടോ. ഞങ്ങളുടെ ചെടികളൊക്കെ കണ്ടോ, നമ്മൾ ബോഗൺവില്ല ഒരെണ്ണം വാങ്ങിക്കാൻ പോയത് കേട്ടോ. പക്ഷേ ഒരു ലോഡ് ബോഗൺവില്ല വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്, 1300 രൂപയൊക്കെയാണ് ഒരെണ്ണത്തിന് വില. എന്നാലും നമ്മുടെ ആഗ്രഹമല്ലേ, അങ്ങനെ വാങ്ങിച്ചോ. ഞങ്ങളുടെ വീട്ടിലെ കാക്കയ്ക്ക് ഞങ്ങൾ വെള്ളം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് ഷോയ്ക്കെടുത്തല്ല കേട്ടോ, കാര്യമായിട്ടെടുത്ത്. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ചോറും നല്ല വറുത്തരിച്ച തീയലും അവിയലും അച്ചാറും പുളിശ്ശേരിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണൊക്കെ അങ്ങോട്ട് കഴിച്ചു. ഞാൻ ഇത്രയൊക്കെ എടുത്തിട്ടെന്നും പറഞ്ഞ് നിങ്ങൾ വിചാരിക്കരുത്, മൊത്തമൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങി, നമ്മളൊന്ന് പുറത്ത് പോകണമെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പോയപ്പോൾ നോക്കിയപ്പം കാണാൻ വഴിയിലൂടെ നല്ലൊരു കാഴ്ച കാണുന്നുണ്ട് കേട്ടോ. ഒരേ കണക്ക് ഡ്രസ്സ് ഇട്ട് ഒരേ ടീമുകളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ. ആ ആനയെ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ജീവനുള്ള കണക്കാരി, അതിൻ്റെ ചെവി കിടന്നാടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ജീവനായിരിക്കും, പക്ഷേ അടുത്ത് വന്നപ്പോഴറിഞ്ഞേ അത് ജീവനുള്ള ആനയല്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതിങ്ങനെ ബ്ലോക്കായി കിടക്കണം കേട്ടോ, വണ്ടി പതുക്കെ പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു കുതിരയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചല്ല കേട്ടോ, ഒരുപാട് സമയം ഇതിങ്ങനെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കേബിൾ വിഷൻകാരുടെ എന്തോ ഒരു പരിപാടിയായിരുന്നു കേട്ടോ, അവരുടെ സമരമോ എന്തോ. പിന്നെ നമ്മുടെ ഈ കാണുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മായാവിയും കുട്ടൂസനും രാധയും രാജുവും ഡാഗിനി അപ്പൂപ്പനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡാഗിനിയൊക്കെ അപ്പൂപ്പനെയൊക്കെ കാണുന്നത്. എന്തായാലും അവരുടെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം അവിടെ കിടക്കേണ്ടി വന്നു. ആ വെയിറ്റിങ്ങിലാണ് ഇതെല്ലാം കണ്ടത്. ഇത് കണ്ടിട്ട് നോക്കിയപ്പോൾ ഒരു ഫ്ലോട്ട് വരുന്നുണ്ട്. ഈ ഫ്ലോട്ട് കണ്ടോ, ഇതിനൊക്കെ ഒരു ഫ്ലോട്ട് നിങ്ങൾ കണ്ടുണ്ടോ? ഇത് കറക്റ്റ് ഒരു എന്താ പറയണ്ടേ, ഒരു ബോട്ട് പോലെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ബേക്കറി കുറച്ച് സ്നാക്സ് മേടിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അത് സ്നാക്സൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് വന്നത് കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അവിടെ ഒരൊറ്റ മനുഷ്യരില്ല, ആകെ ഒരു മിട്ടുകുട്ടം മാത്രം ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ മോന് വന്നപ്പോഴേ ഭയങ്കര ക്ഷീണം കേട്ടോ. അവൻ അങ്ങനെ ക്ഷീണം കൊണ്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കും. പക്ഷേ അവൻ്റെ ലക്ഷണം ഒരു പെശകില്ലേ, എനിക്കിപ്പോൾ ഒരു ഡൗട്ട് തോന്നി. ഈ വരുന്ന മകളാണ് എൻ്റെ മകൾ, അവൾ അറിയാതെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പം എന്ന് വിചാരിച്ചു അപ്പുറത്ത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലൊന്ന് കയറാമെന്ന് വെച്ചാൽ. അപ്പം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലൊരു മുരിങ്ങമരമുണ്ട്. എൻ്റെ മക്കളെ എന്നെ പിടിച്ച് അങ്ങോട്ട് കൊണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് മുരിങ്ങമരത്തിൻ്റെ അടുത്ത് പോയി. ചേച്ചി എങ്ങനെ എനിക്ക് ചെറവറ മുരിങ്ങയ്ക്കാൻ വെച്ച് തരുവാണ് കേട്ടോ. ആളെന്തായാലും ഒരു തോട്ടേക്ക് എടുത്തിട്ട്, നമ്മളിവിടെ തോട്ടയെന്നാണ് പറയുന്നത് കേട്ടോ, നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയണമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതിന് ചേച്ചി കുറച്ച് മുരിങ്ങയ്ക്കൊക്കെ പറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ മുരിങ്ങയ്ക്കൊക്കെ അറിയാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ നാടൻ മുരിങ്ങയ്ക്ക കിട്ടും കേട്ടോ. നാടൻ മുരിങ്ങയ്ക്കൊക്കെ എപ്പോഴും വലിപ്പം കുറവായിരിക്കും, കനവും കുറവായിരിക്കും, നീളവും കുറവായിരിക്കും. പക്ഷേ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. നമ്മുടെ പാണ്ടിയേക്കയും പ്രത്യേകതരം ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ മുരിങ്ങയ്ക്കകത്ത് നിന്ന് അങ്ങനെ ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് മുരിങ്ങയ്ക്ക വെച്ചാൽ, നിങ്ങൾ കണ്ടോ എന്നോടുള്ള സ്നേഹം. അങ്ങനെ കുറച്ച് മുരിങ്ങയ്ക്കയൊക്കെ പിച്ചി അതെല്ലാം എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ അവിയലേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് മുരിങ്ങയ്ക്ക, പിന്നെ മീൻ കറിക്കകത്തിടുന്ന മുരിങ്ങയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മീൻ കറി കഴിക്കത്തില്ലെങ്കിലും പക്ഷേ അതിനകത്ത് ഇടുന്ന മുരിങ്ങയ്ക്ക ഞാൻ കഴിക്കാറുണ്ട്. അങ്ങനെ ചേച്ചി കുറച്ച് മുരിങ്ങയ്ക്കയൊക്കെ പിച്ചി തന്നു. അപ്പോഴത്തേക്കും അച്ഛനും വീട്ടിലുള്ളവരൊക്കെ വരുന്നത് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും വന്നതല്ലേ, അവരെ കണ്ടിട്ടല്ലേ പോകാൻ പറ്റും. എന്നിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ ചേച്ചിയെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ പോകണ്ട, ഞങ്ങളിപ്പം എന്താ വരുന്നു എന്ന് പറയാം. അങ്ങനെ പിന്നെ ചേച്ചിയെടുത്ത് കുറച്ച് നേരം കാര്യം നമുക്ക് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട്, നമുക്ക് കിട്ടിയതല്ലേ, വെറുതെ കിട്ടിയ സാധനമല്ലേ, അങ്ങനെ അതുകൊണ്ട് ഞങ്ങളങ്ങ് പോയിട്ട് അത് സന്തോഷത്തോടുകൂടി എനിക്ക് ഈ മുരിങ്ങയ്ക്ക എൻ്റെ കയ്യിലോട്ട് വെച്ചിരുന്നതിൻ്റെ സന്തോഷപ്രകടനമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ചേച്ചി എനിക്ക് മുരിങ്ങയ്ക്കയൊക്കെ തന്നു. അതും വാങ്ങിച്ചിട്ട് ഞാൻ ഓൺ വോയിസ് മാറ്റിയതാണ് കേട്ടോ. ഓൺ വോയിസിൽ ഇത്രയും ബോറ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതായത് എൻ്റെ മോൻ്റെ വിടലത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് മാറ്റിയത് കേട്ടോ. അപ്പം ഞാൻ മുരിങ്ങയ്ക്കയായിട്ട് നേരെ കുറച്ച് കഴിഞ്ഞ് വയലിലോട്ട് ഇറങ്ങി കേട്ടോ. എൻ്റെ വയലിൽ നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും. അത്ര മനോഹരമായ വയലാണ് കേട്ടോ. നല്ല ഞാറൊക്കെ നട്ടിട്ട് നെല്ല് കതിരൊക്കെ വന്ന് കുറേ കൊക്കുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് വീഡിയോസൊക്കെ എടുത്ത്
ഇവിടേക്ക് ഇരുന്ന് ലൈവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലാണ് കേട്ടോ. തണൽ മരങ്ങളൊക്കെ സൈഡിലുണ്ടെങ്കിൽ അവിടെയൊക്കെ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോവാറില്ല. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ലൈവിൽ ഇവിടെ വഴിയിൽ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് എൻ്റെ മോൻ കണ്ടാൽ വെള്ളത്തിൽ കുത്തിക്കളിക്കാൻ അവന് സ്ഥിരം ഒരു പരിപാടിയാണ് കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ വരമ്പുണ്ടായിരുന്നു. അപ്പം നെൽക്കതിരിൻ്റെ ഇടയിൽ കൂടെ ചെറിയ വരമ്പിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. വെള്ളത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഓടയിൽ കിടക്കുന്ന വലിയ മീനുകളാണ് കേട്ടോ. പക്ഷെ നമ്മളതൊന്നും കഴിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. കാര്യം നല്ല വെള്ളമല്ല. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഒരു തട്ടുകട നോക്കി പോവാണ് കേട്ടോ. ഇന്ന് തട്ടുകട ദോശ കഴിക്കണമെന്ന് ഭയങ്കര ഒരു മോഹം തോന്നി. അപ്പം ഞങ്ങളെന്നാ വിചാരിച്ചു, എന്നാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തട്ടുകടയുണ്ട്, നമുക്ക് അവിടെ പോയി ഈ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. പൊറോട്ടയൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് കാര്യമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എന്തായാലും ദോശ കഴിക്കാൻ പോകണം. അപ്പം തട്ടുകട ദോശ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തട്ടുകട ദോശ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ദോശ കഴിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മോൻ ഈ ദോശ എന്ന് പറയുന്ന ഒരു വെറുക്കപ്പെട്ട സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവന് മാത്രം പൊറോട്ട വാങ്ങിച്ചു കൊടുക്കാം. എന്നിട്ട് അവൻ പൊറോട്ടയും കഴിച്ചില്ല, അവൻ ഒരെണ്ണം ഇങ്ങനെയേ കഴിച്ചു. അവന് വയറിന് നല്ല സുഖമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മളതിന് തലേദിവസം അവന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ക്ഷീണം അവൻ്റെ ശരീരത്തിലുണ്ട്. അപ്പം നോക്കിയപ്പോൾ ദാണ്ട കിടക്കുന്നു, ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. ഇനി ഗേറ്റ് അടച്ചിട്ട് ട്രെയിൻ പോയതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ആകെയുള്ള എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗേറ്റിന് ഇപ്പുറമാണ് എൻ്റെ വീട്, അപ്പുറം ഹസ്ബൻഡിൻ്റെ വീട്. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ ദാണ്ട അമ്പലത്തിൽ ഉത്സവം നടക്കുവാണ്, അവിടെ കഥകളി നടക്കുന്നു. അപ്പോൾ പിന്നെ അത് കാണാതിരിക്കുന്ന മോശമല്ലേ. അന്നേരം അത് കാണാനായിട്ടും പോയി കേട്ടോ. ഈ കഥകളി കാണാൻ എത്ര പേര് അവിടെ ഇരിപ്പുണ്ടെന്ന് നിങ്ങൾ നോക്കണം. നേരെ മറിച്ച് ഗാനമേളയാണെങ്കിൽ അവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഈ ബാക്കിയിരിക്കുന്ന എൻ്റെ മോനാണ് കേട്ടോ. അവൻ ആദ്യമായിട്ട് കാണുവാണ് ഒരു കഥകളി. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ടാറ്റ ബൈ.